ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എഫിഷ്യൻസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നും ഇവിടെ എങ്ങനെയാണ് ഷെയർസ് ബൈ ചെയ്യുന്നത്, സെല് ചെയ്യുന്നത്, പ്രൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ബേസിക് ഐഡിയ ഉണ്ടാക്കി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എഫിഷ്യൻസിനെ കുറിച്ചിട്ടാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എഫിഷ്യൻസിനെ കുറിച്ചിട്ടാണ്. എപ്പോഴാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എഫിഷ്യന്റ് ആവുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിന് ഏതൊക്കെ ടൈപ്പ് ഓഫ് എഫിഷ്യൻസീസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നല്ല രീതിയിൽ സെക്ഷൻ എയിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എഫിഷ്യന്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് ജസ്റ്റ് പറയുകയാണ്. ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എഫിഷ്യന്റ് ആണെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ മാർക്കറ്റിലെ എല്ലാ സെക്യൂരിറ്റീസ് മീൻസ് ഷെയർസ്, ആ എല്ലാ ഷെയർസിന്റെയും പ്രൈസ് ഭയങ്കര അക്യുറേറ്റ് ആണ്, കറക്റ്റ് ആണ്, ഫെയർ ആയിട്ടുള്ള പ്രൈസാണ്. എപ്പോഴാണ് ഒരു ഷെയറിന്റെ പ്രൈസ് അക്യുറേറ്റ് ആവുന്നത്, ഫെയർ ആവുന്നത് അറിയും? ആ ഒരു കമ്പനി, ആ ഷെയർ ഏത് കമ്പനിയാണോ ആ കമ്പനീനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും, ആ കമ്പനീനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും, അത് പോസിറ്റീവ് ഇൻഫർമേഷൻ ആവാം, നെഗറ്റീവ് ഇൻഫർമേഷൻ ആവാം, ആ ഇൻഫർമേഷന്റെ ഒക്കെ ഇമ്പാക്ട്, ആ ഇൻഫർമേഷൻസിന്റെ ഒക്കെ ഇമ്പാക്ട് ആ ഷെയറിന്റെ പ്രൈസിൽ റിഫ്ലക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ റിഫ്ലക്റ്റഡ് ആയിട്ട് ഫൈനലി വരുന്ന ആ ഷെയർ പ്രൈസിനെയാണ് ഫെയർ ഷെയർ പ്രൈസ് അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും, എല്ലാ അവൈലബിൾ ഇൻഫർമേഷൻസും പ്രോപ്പർ ആയിട്ട് റിഫ്ലക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് മാർക്കറ്റ് പ്രൈസ് ഉള്ള മാർക്കറ്റ് പ്രൈസിലാണ് എല്ലാ സെക്യൂരിറ്റീസും ഒരു മാർക്കറ്റിൽ ഉള്ളത് എങ്കിൽ ആ മാർക്കറ്റിന്, ആ സ്റ്റോക്ക് മാർക്കറ്റിന് എനിക്ക് ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് എന്ന് പറയും. അപ്പൊ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റോക്ക് മാർക്കറ്റ് അച്ചീവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റോക്ക് മാർക്കറ്റ് അച്ചീവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ആ എഫിഷ്യന്റ് മാർക്കറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ സെക്യൂരിറ്റീസിന്റെയും പ്രൈസ്, അതിനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസിന്റെ റിഫ്ലക്ഷനും ആ പ്രൈസിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എഫിഷ്യന്റ് ആണെന്ന്. ഇനി എന്താണ് പെർഫെക്റ്റ് മാർക്കറ്റ്? പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസംപ്ഷൻ ആണ്. നോർമലി ഒരു മാർക്കറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു പെർഫെക്റ്റ് മാർക്കറ്റ് ആവാന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അസംഷൻസ് പറയാം. അപ്പോൾ ഒരു പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു 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 സ്റ്റേറ്റ് അല്ല. എഫിഷ്യന്റ് മാർക്കറ്റ് പോലെ കമ്പനി റീച്ച് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് അല്ല. അത് അതിന്റെ ആ ഒരു മാർക്കറ്റിന്റെ ആ ഒരു പ്രൈസിങ് നടക്കുന്നില്ലേ. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ഷെയർസ് ഉണ്ട്. ആ ഷെയർസ് പല പല ലിസ്റ്റഡ് കമ്പനീസിന്റെയാണ്. ഈ ലിസ്റ്റഡ് കമ്പനീസിനെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻസ് പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസിന്റെ ഇമ്പാക്ട് പ്രോപ്പർ ആയിട്ട് ഓൺ ടൈം ഇമ്മീഡിയറ്റ് സ്പോണ്ടേനിയസ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ പ്രൈസിലേക്ക് റിഫ്ലക്ട് ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ പെർഫെക്റ്റ് മാർക്കറ്റിന് ഈ ഫീച്ചർ മാത്രമൊന്നുമല്ല, നമ്മൾ പെർഫെക്റ്റ് മാർക്കറ്റിന്റെ അസംഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിവിഡൻഡ് വാല്യൂഷൻ മോഡലൊക്കെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഒക്കെ പെർഫെക്റ്റ് ആണെന്ന് പറയുന്ന ഒരു അസംഷൻ ഒക്കെ DVMന്റെ അസംഷൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താ, ഒരുപാട് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും, ഒരു ഫെയർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരിക്കും, എല്ലാ ഇൻഫർമേഷനും ഫ്രീലി അവൈലബിൾ ആയിരിക്കും, ആർക്കും ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്സിന്റെ അസംഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയാലിറ്റിയിൽ നമുക്ക് ഇങ്ങനെയുള്ള പെർഫെക്റ്റ് മാർക്കറ്റ്സ് ഒന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഇവിടെ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എഫിഷ്യന്റ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ പെർഫെക്റ്റ് മാർക്കറ്റ് ആയിട്ട് ആക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ എന്തായാലും ഈ പെർഫെക്റ്റ് മാർക്കറ്റ് ആയാലും എഫിഷ്യന്റ് മാർക്കറ്റ് ആയാലും ഇതൊക്കെ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഷെയർ പ്രൈസ് ഫെയർ ആയിരിക്കണം എന്നാണ് ഇവർ രണ്ടുപേരും ഒരുപോലെ പറയുന്നത്. അവിടെ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിന്റെ മാർക്കറ്റ് പ്രൈസ്, എനിക്ക് ആ ഷെയറിന്റെ പ്രൈസ് ഒക്കെ ഫെയർ ആയിരിക്കണം, ആസ് പോസിബിൾ ആയിട്ട് ഫെയർ ആയിരിക്കണം, അക്യുറേറ്റ്ലി റിഫ്ലക്ടിങ് ദ കമ്പനീസ് പെർഫോമൻസ്, ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ പ്രോപ്പർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു അക്യുറേറ്റ് ഷെയർ പ്രൈസ് ആയിരിക്കണം എന്നാണ് ഇത് രണ്ടും പറയുന്നത്, ഈ രണ്ട് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റ് എഫിഷ്യൻസി പറയുന്നത്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം ആ സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസിയുടെ ഡിഫറെന്റ് ഫോം ഓഫ് എഫിഷ്യൻസി ഒക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസി അളക്കാം, ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസി ഏതൊക്കെ ആസ്പെക്റ്റിൽ നമുക്ക് അളക്കാം, അങ്ങനെ നമ്മളൊരു 4 ആസ്പെക്ട് പറയുന്നുണ്ട്. അലോക്കേറ്റീവ് എഫിഷ്യൻസി, ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഇൻഫർമേഷണൽ എഫിഷ്യൻസി, പ്രൈസിങ് എഫിഷ്യൻസി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു 4 ആസ്പെക്ട് ഓഫ് എഫിഷ്യൻസി ഉണ്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്. ആദ്യത്തത് അലോക്കേറ്റീവ് എഫിഷ്യൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്താ ചെയ്യുന്നത്? ദിസ് ഇസ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇവിടെ ഒരുപാട് കമ്പനീസ്, ഇവിടെ ഇൻവെസ്റ്റേഴ്സ്. ഇവരെന്താ ചെയ്യുന്നത്? ഈ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തുള്ള പൈസ
പല പല ഷെയർസും വാങ്ങിക്കുന്നു ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ ഈ ഷെയർ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഷെയറിന് വാങ്ങിക്കുമ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് തരുന്ന പൈസയൊക്കെ കമ്പനീസിലേക്ക് അലോക്കേറ്റ് ചെയ്യണം. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ഓപ്പറേഷൻ ആണ് അലോക്കേഷൻ ഓഫ് ഫണ്ട്. അലോക്കേഷൻ ഓഫ് ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്നുള്ള ഫണ്ട് വാങ്ങിച്ച് അത് കമ്പനീസിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാ? ഇവര് ഫണ്ടൊക്കെ വാങ്ങിച്ചിട്ട് ഇവര് എന്നിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള കമ്പനീസിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കില്ല. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പ്രൈസ്ഡ് ആണ്, ഇൻഫർമേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പ്രൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല പെർഫോം ചെയ്യുന്ന ഷെയർസ് ഉണ്ടായിരിക്കും. നല്ല പെർഫോം ചെയ്യുന്ന ഷെയർസ് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കും. അങ്ങനെ ആ ഷെയർസ് വാങ്ങിക്കുമ്പോൾ ആ കമ്പനിക്ക് ഒരുപാട് ഫണ്ട് കിട്ടും. അങ്ങനെയാണ് വരിക. അപ്പോൾ അലോക്കേഷൻ ഓഫ് ഫണ്ട് ടു സെവറൽ ലിസ്റ്റഡ് കമ്പനീസ്, ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇത് എത്രത്തോളം ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഡസ് ദ മാർക്കറ്റ് അലോക്കേറ്റ്, ഈ മാർക്കറ്റ് അലോക്കേറ്റ് ബെസ്റ്റ് കമ്പനീസിന്, ബെസ്റ്റ് ഡിസേർവിംഗ് ആയിട്ടുള്ള ബെസ്റ്റ് കമ്പനീസ് അല്ലെങ്കിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള കമ്പനീസിന് പ്രോപ്പർ ആയിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അലോക്കേറ്റീവ് എഫിഷ്യൻസിയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതാണ് അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അടുത്തൊരു എഫിഷ്യൻസിയാണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഓപ്പറേഷൻ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓപ്പറേഷൻസ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ്, അത് എത്രത്തോളം അടിപൊളിയായിട്ട് നടക്കുന്നു. എപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് നടക്കുക? സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓപ്പറേഷൻ എപ്പോഴാണ്? ഒരു ചെറിയ ബ്രേക്ക് വന്നു എന്ന് തോന്നുന്നു. 1 സെക്കൻഡ്, നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു ബ്രേക്ക് വന്നു. നമുക്ക് ഓപ്പറേഷണൽ എഫിഷ്യൻസി പറയാം. എപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓപ്പറേഷൻ എഫിഷ്യൻസി പറയുമ്പോൾ എപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ 1 സെക്കൻഡ്, ഓപ്പറേഷണൽ എഫിഷ്യൻസി പറയുമ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓപ്പറേഷൻ, സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ബൈയിങ് ആൻഡ് സെല്ലിംഗ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ് ബൈ ചെയ്യുന്ന സെല്ല് ചെയ്യുന്നതായിട്ടുള്ള ഓപ്പറേഷൻസ് എപ്പോഴാണ് ഏറ്റവും അടിപൊളിയായിട്ട് നടക്കുന്നത്? എപ്പോഴും അടിപൊളിയായിട്ട് നടക്കുന്നത് പറയുമ്പോൾ അവിടെ ബയേഴ്സിന് ബൈ ചെയ്യുന്നതും സെല്ലേഴ്സ് സെല്ല് ചെയ്യാനും വരണം. ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും സെല്ലിങ്ങും നടക്കുന്നുണ്ടെങ്കിലാണ് ലിക്വിഡിറ്റി ഉണ്ടാകുന്നത്. ആ ബിസിനസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓപ്പറേഷൻ സ്മൂത്ത് ആയിട്ട് നടക്കുന്നത്. അത് എപ്പോഴാണ് ഉണ്ടാവുക അറിയാം? ആ മാർക്കറ്റിൽ, ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ്. ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ് എപ്പോഴാണോ ഉള്ളത് അപ്പോഴാണ് ഇത് ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടാവുക. അവിടുത്തെ ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഭയങ്കര കൺവീനിയന്റ് ആവുക. ഇത് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണല്ലോ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അത് ഏറ്റവും സ്മൂത്ത് ആവുന്ന എപ്പോഴാണ്? ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒക്കെ ഹൈ ആണെന്നുണ്ടെങ്കിൽ ആരും പോയിട്ട് എന്ത് ചെയ്യില്ല, ഇത് ഇവിടെ ബൈയിങ്ങോ അല്ലെങ്കിൽ സെല്ലിങ്ങോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ട്രാൻസാക്ഷൻ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സ് ഒന്നും അതിന് ഇരിക്കൂല. ഇപ്പൊ ട്രാൻസാക്ഷൻ കോസ്റ്റ് ലോ ആയിരിക്കണം, ആൻഡ് ഓൾസോ പ്ലസ് ഒരു നല്ല കൺവീനിയന്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് എന്താ പറയുക, സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓപ്പറേഷൻസ് അടിപൊളിയാണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി അടിപൊളിയാണ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകും. ഇങ്ങനെ നല്ല ഓപ്പറേഷൻ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ നല്ലൊരു മാർക്കറ്റ്, ഹൈ ലിക്വിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യും, ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കും, ബൈയിങ് ആൻഡ് സെല്ലിംഗ്. ഓക്കെ, അപ്പൊ ഈ ഒരു എഫിഷ്യൻസിനെയാണ്, ഈ ഒരു ആസ്പെക്ട് ഓഫ് എഫിഷ്യൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അടുത്തൊരു എഫിഷ്യൻസിയാണ് ഇൻഫർമേഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇൻഫർമേഷണൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് കമ്പനീസിന്റെ ഷെയർസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടുള്ള കമ്പനീസിനെ റിലേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് അറിയേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ടോ, അത് പുറത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇൻഫർമേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് അറിയേണ്ട റെലവെന്റ് ഇൻഫർമേഷൻ ഒക്കെ ആ ഇൻവെസ്റ്റേഴ്സിന് പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ? അതിന് ചിലപ്പോൾ ആ ഇൻഫർമേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചിലവൊക്കെ വരുന്നുണ്ടാവും. അതൊക്കെ ചെറിയ കോസ്റ്റിന് ഈ ഇൻഫർമേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഇവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ടോ, അവർ അവൈലബിൾ ആകുന്നുണ്ടോ എന്നുള്ള ആ ഒരു ആസ്പെക്ട് ഓഫ് എഫിഷ്യൻസിനെയാണ് ഇൻഫർമേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അടുത്തൊരു എഫിഷ്യൻസിയാണ് പ്രൈസിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ഷെയർസ് ഉണ്ട്, ആ ഷെയർസിന്റെ ഒക്കെ പ്രൈസ് ഉണ്ട്. ആ ഷെയർസിന്റെ ഒക്കെ പ്രൈസ് എങ്ങനെ ഡിറ്റർമൈൻ ആവുന്നത്? ആ ഒരു ഷെയർസിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ആവുന്ന, ഫണ്ടമെന്റൽ ആയിട്ട് ഷെയറിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ആവുന്നത് എങ്ങനെയാണ്? ആ കമ്പനീനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ്, ആ ഒരുപാട് ഇൻഫർമേഷൻസിന്റെ റിഫ്ലക്ഷൻ ആണ് ഷെയർ പ്രൈസിൽ വരുന്നത്. പോസിറ്റീവ് ഇൻഫർമേഷൻ വന്നാൽ ഷെയർ പ്രൈസ് കൂടണം, നെഗറ്റീവ് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ ഷെയർ പ്രൈസ് കുറയണം. അപ്പൊ ആ രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഷെയറിന്റെ പ്രൈസ് പ്രോപ്പർ ആയിട്ട് അവിടെ
പ്രൈസ് ആവുന്നുണ്ടോ, ഷെയറിന്റെ പ്രൈസ് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഫെയർ ആയിട്ട് റിലയബിൾ ആയിട്ടുള്ള രീതിയിൽ ഷെയറിന്റെ പ്രൈസ് അവിടെ റിഫ്ലക്ട് ആവുന്നുണ്ടോ എങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ എന്താണ് ഇൻഫർമേഷൻസ് ഷെയർ പ്രൈസിൽ റിഫ്ലക്റ്റഡ് ആവുന്നുണ്ടോ, ഷെയർ പ്രൈസ് അക്യുറേറ്റ് ആണോ, ഷെയർ പ്രൈസ് ഫെയർ ആണോ എന്നുള്ളതാണ്. അത് ചെയ്യാനുള്ള ആ ഒരു എഫിഷ്യൻസിനെയാണ് പ്രൈസിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൈസിങ് എങ്ങനെ നടക്കുന്നത് അറിയും, ആ ഒരു കമ്പനിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പുറത്ത് വരുമ്പോൾ ഈ ഇൻഫർമേഷൻസ് ആണ് ഏതിൽ റിഫ്ലക്ട് ആവേണ്ടത്, ഷെയർ പ്രൈസിൽ റിഫ്ലക്ട് ആവേണ്ടത്. അപ്പൊ ഈ എഫിഷ്യൻസിനെ എന്തും പറയും, ഇൻഫർമേഷൻ പ്രോസസിങ് എഫിഷ്യൻസി എന്ന് പറയും. ഇൻഫർമേഷൻ പ്രോസസിങ് എഫിഷ്യൻസി എന്ന് പറയും. ഇൻഫർമേഷൻ പ്രോസസിങ് എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രൈസിങ് എഫിഷ്യൻസി, ഇതാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഇൻഫർമേഷൻ പ്രോസസിങ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഈ പ്രൈസിങ് എഫിഷ്യൻസി ഇല്ലേ, ആ എഫിഷ്യൻസി ആണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ യഥാർത്ഥ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്പനി, ആ കമ്പനിയുടെ ഷെയർസ്, ആ കമ്പനിയെ റിലേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് വരുന്ന ആ പോയിന്റിൽ തന്നെ അത് അവരുടെ ഷെയർ പ്രൈസിൽ റിഫ്ലക്ട് ആവുന്നുണ്ടോ ഇല്ലയോ, അതൊക്കെയാണ് ആ ഇൻഫർമേഷനെ പ്രൈസിലേക്ക് പ്രോസസ് ചെയ്യുന്ന ആ ഇൻഫർമേഷൻ പ്രോസസിങ് എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ പ്രൈസിങ് എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അത് എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഈ പ്രൈസിങ് എഫിഷ്യൻസി ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന ഒരു തിയറിയാണ് എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയും. എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ EMH എന്ന് പറയും. അപ്പൊ എന്താണ് EMH? EMH എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻഫർമേഷൻ പ്രോസസിങ് അല്ലെങ്കിൽ ആ പ്രൈസിങ് എഫിഷ്യൻസി ഇല്ലേ, ഇൻഫർമേഷൻ പ്രോസസിങ് അല്ലെങ്കിൽ ആ പ്രൈസിങ് എഫിഷ്യൻസി, അതിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എടുത്തിട്ട് ആ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്ന പ്രൈസിങ് എഫിഷ്യൻസി ഇല്ലേ, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു എഫിഷ്യൻസി 3 ഫോം ഓഫ് എഫിഷ്യൻസി പറയുന്നുണ്ടെങ്കിൽ 3 ലെവൽസ് ഓഫ് എഫിഷ്യൻസി സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ 3 ഫോം ഏതൊക്കെയാന്ന് വെച്ചാൽ, വീക്ക് ഫോം എഫിഷ്യൻസി ഉള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസി ഉള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, സ്ട്രോങ് ഫോം എഫിഷ്യൻസി ഉള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. അപ്പൊ എന്താണ് വീക്ക് ഫോം എഫിഷ്യൻസി? വീക്ക് ഫോം എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈ ഒരു എഫിഷ്യൻസി തീരെ ഇല്ലാത്ത സ്റ്റോക്ക് മാർക്കറ്റ് ആണ് വീക്ക് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് ഈ ഇൻഫർമേഷൻസ് ഒക്കെ എന്താ, ആ കമ്പനി അല്ലെങ്കിൽ ആ കമ്പനീനെ റിലേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻസ് പ്രൈസിൽ പ്രോപ്പർ ആയിട്ട് റിഫ്ലക്ട് ആവുന്നില്ല, റിഫ്ലക്ട് ആവാൻ പറ്റുന്നില്ല, അതിനുള്ള കപ്പാസിറ്റി, അതിനുള്ള എഫിഷ്യൻസി ഇല്ല. പ്രൈസിങ് എഫിഷ്യൻസി തീരെ ഇല്ലാത്ത സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആ ഒരു ഫോം ഓഫ് എഫിഷ്യൻസിനെയാണ് വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇപ്പൊ ഷെയർ പ്രൈസ് എന്തായിരിക്കും, പാസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഏത് ഒരുപാട് പണ്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഷെയർ പ്രൈസ് ഉണ്ടാവുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കമ്പനിയെ റിലേറ്റ് ചെയ്തിട്ട് നല്ലതും മോശമൊക്കെ ആയിട്ടുള്ള വന്നിട്ടുണ്ടാകും. ആ ഇൻഫർമേഷൻസിന്റെ റിഫ്ലക്ഷൻ ഒന്നും ഷെയർ പ്രൈസിൽ വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ വീക്ക് ഫോം എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൈസ് എങ്ങനെയായിരിക്കും, ഒരു റാൻഡം വാക്ക് ആയിരിക്കും. ഇതൊക്കെ ഈ കീവേഡ്സ് ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കാം. വീക്ക് ഫോം എഫിഷ്യൻസി ആണെങ്കിൽ അവിടുത്തെ ഷെയർ പ്രൈസ് ഒക്കെ എങ്ങനെയായിരിക്കും, അവിടുത്തെ ഷെയർ പ്രൈസ് ഒക്കെ ഒരു റാൻഡം വാക്കായിരിക്കും. റാൻഡം വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, റാൻഡം വാക്ക് എന്ന് പറയുമ്പോൾ റാൻഡം, ഒന്നും പറയാൻ പറ്റില്ല, എന്താണ് എങ്ങനെ ഒരു രീതിയിലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. റാൻഡം വാക്ക് ആണെന്നുണ്ടെങ്കിൽ നോട്ട് പ്രഡിക്റ്റബിൾ ആണ്, ഒരു രീതിയിലും നമുക്ക് ആ ഷെയർ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നുള്ള പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഏത് ഇൻഫർമേഷൻ ആണ് അവിടെ പ്രോസസ് ആവുന്നത്, ഇപ്പൊ വന്ന ഇൻഫർമേഷൻ പ്രോസസ് ആവോ ഇല്ലയോ ഒന്നും അറിയില്ല. കാരണം അവരുടെ പ്രൈസിങ് എഫിഷ്യൻസി എന്താണ്, വളരെ വീക്കാണ്. അപ്പൊ നമുക്ക് പ്രൈസ് എങ്ങനെയായിരിക്കും, ഷെയർ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടില്ല. ഷെയർ പ്രൈസ് ഒക്കെ റാൻഡം വാക്ക് ആയിരിക്കും, റാൻഡംലി ഇങ്ങനെ വോക്ക് ചെയ്യും. ഓക്കെ, പ്രൈസ് ഒരിക്കലും അത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സമയത്ത് നമുക്ക് എന്താണ് മെയിൻ ഫീച്ചർ ആണ്, ഇങ്ങനെ ഒരു വീക്ക് ഫോം എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് മൂവ്മെന്റ്സ് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പാസ്റ്റിലെ ട്രെൻഡ്സ് വെച്ചിട്ടൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഷെയർ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. റാൻഡം വാക്ക് ആണ് പ്രൈസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന ആൾക്കാരാണ് ചാർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത്, നിങ്ങൾ ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയുടെ ഷെയർ എടുത്തിട്ട് ആ ഷെയർ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് പാസ്റ്റിൽ, കുറച്ച് മുന്നത്തെ പാസ്റ്റിൽ ആ ഷെയർ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ പാസ്റ്റിലുള്ള ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് ആ ട്രെൻഡ് ഫ്യൂച്ചറിലേക്ക് തുടരും എന്നൊക്കെ ബേസ് ചെയ്തിട്ട് സ്പെക്കുലേറ്റ് ചെയ്യുന്ന ട്രേഡേഴ്സ് ഒക്കെ ഉണ്ട്. ട്രേഡേഴ്സ് അവർ ചെയ്യുന്ന പരിപാടിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് 2 ടൈപ്പ് ഓഫ് അനാലിസിസ് ഉണ്ട്, ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഞാനൊരു ട്രേഡർ അല്ല, ഷോർട്ട് ടേമിലേക്ക് ഷെയർ വാങ്ങിക്കുന്നു, കൂടുതൽ പ്രൈസ് വരുമ്പോൾ വിൽക്കുന്നു, അങ്ങനെ ലാഭം ഉണ്ടാക്കുന്ന ട്രേഡർ അല്ല, ഷോർട്ട് ടേം ട്രേഡർ അല്ല. ഒരു ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്തായിരിക്കും, ടെക്നിക്കൽ അനാലിസിസിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് ആയിരിക്കും. ഒരു കമ്പനിയുടെ ബേസിക് ഫണ്ടമെന്റൽസ് പഠിക്കാം, ലൈക്ക് റേഷ്യോസ് ഒക്കെ പഠിക്കാം,
ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ റേഷ്യോസ് ഒക്കെ പഠിക്കുക, ആ കമ്പനിയുടെ പെർഫോമൻസ്, ഫണ്ടമെന്റൽ പെർഫോമൻസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വീക്ക് ഫോം എഫിഷ്യൻസി ആണെങ്കിൽ ടെക്നിക്കൽ അനലിസ്റ്റുകളില്ലേ, ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന ട്രേഡേഴ്സ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് നോൺ കൺസിസ്റ്റ്, അവർക്ക് ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു രീതിയിലും ഈ മാർക്കറ്റിൽ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ബട്ട് ആകെ ഫണ്ടമെന്റൽ അനാലിസിസ് ഉള്ള ആൾക്കാർ, ഒരു കമ്പനിയിൽ അത്രയും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല വീക്ക് ഫോം എഫിഷ്യൻസി ആണെങ്കിൽ. ഓക്കെ, ഇവിടുത്തെ പ്രൈസ് ഒന്നും അക്യുറേറ്റ്ലി പ്രൈസ്ഡ് ആയിരിക്കില്ല, കാരണം പ്രൈസിങ് എഫിഷ്യൻസി ഇല്ല, വീക്ക് ഫോം എഫിഷ്യൻസിയാണ്. ഓക്കെ, അടുത്ത് പറയുകയാണെങ്കിൽ സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയും. സ്ട്രോങ് ആയിട്ടില്ല, വീക്ക് അല്ല, വീക്കിനേക്കാൾ ബെറ്റർ ആണ്, ബട്ട് സ്ട്രോങ് ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരു എഫിഷ്യൻസി ലെവലിനെയാണ് സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷെയർ പ്രൈസ് റിഫ്ലക്ട് ഓൾ പബ്ലിക്കലി, അതായത് ഷെയർ പ്രൈസിൽ പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ ഇല്ലേ, പാസ്റ്റ് ഇൻഫർമേഷൻ, ഒരു കമ്പനിയെ കുറിച്ച് ഓൾറെഡി പണ്ട് പറഞ്ഞ ഇൻഫർമേഷൻ, പാസ്റ്റ് ഇൻഫർമേഷൻ, അത് ഷെയർ പ്രൈസിൽ എന്തായാലും റിഫ്ലക്റ്റഡ് ആണ്. പബ്ലിക്കിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഇല്ലേ, ഒരു കമ്പനി എന്നെ കുറിച്ചിട്ട് പുറത്തേക്ക് ഞാൻ പബ്ലിക്കലി അനൗൺസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലേ, പബ്ലിക്കലി അനൗൺസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ, അവൈലബിൾ ഇൻഫർമേഷൻ, അതൊക്കെ എവിടെ ആയിരിക്കും, ഷെയർ പ്രൈസിൽ റിഫ്ലക്ട് ചെയ്യും. പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ ഒക്കെ ഷെയർ പ്രൈസിൽ പ്രോപ്പർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ പ്രൈസ് ഒക്കെ എന്തായിരിക്കും അറിയോ, സെമി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എന്റെ കമ്പനിയെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ വന്നാൽ ആ ഇൻഫർമേഷൻ റിഫ്ലക്ഷൻ ആ സ്പോട്ടിലാണ് നടക്കും, വിത്തിൻ മിനിറ്റ്സ്. ഓക്കെ, പ്രൈസസ് എന്തായിരിക്കും, പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ പ്രൈസ് ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, വിത്തിൻ മിനിറ്റ്സ് ആയിരിക്കും, വിത്തിൻ ഒരു 5 മിനിറ്റ് അങ്ങനെയൊക്കെയുള്ള ആ മിനിറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രൈസ് ചേഞ്ച് ചെയ്യും. ഇപ്പൊ എന്റെ കമ്പനിയെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ പ്രൈസ് കൂടും, നെഗറ്റീവ് ഇൻഫർമേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ പ്രൈസ് കുറയും. ആ രീതിയിൽ എന്താണ് സെമി സ്ട്രോങ് എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ പുറമേക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ഞാൻ പുറത്തുവിട്ടോ അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ ഷെയർ പ്രൈസിൽ സ്പോട്ടിൽ വരും. വീക്ക് ഫോം എഫിഷ്യൻസി പോലെയില്ല, റാൻഡം വാക്ക് ആയിരിക്കില്ല. നമുക്ക് പ്രൈസ് ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ കൂടും, പോസിറ്റീവ് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ പ്രൈസ് കൂടും അല്ലെങ്കിൽ കുറയും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സ്ട്രോങ് ഫോം എഫിഷ്യൻസി ആയിട്ടില്ല കേട്ടോ. എന്നാൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, സെമി സ്ട്രോങ് ആണെങ്കിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നം, ഇവിടെ എന്റെ കമ്പനിയെ കുറിച്ചിട്ടുള്ള പുറത്തേക്ക് വിട്ട ഇൻഫർമേഷൻസ്, ഞാൻ പബ്ലിക്കിനോട് അനൗൺസ് ചെയ്ത ഇൻഫർമേഷൻസ് മാത്രമേ ഷെയർ പ്രൈസിൽ റിഫ്ലക്ട് ആയിട്ടുള്ളൂ. ഞാൻ അനൗൺസ് ചെയ്യാത്ത കമ്പനിന്റെ ഉള്ളിൽ മാത്രം അറിയുന്ന ഒരുപാട് ഇൻസൈഡർ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ഈ ഇൻസൈഡർ ഇൻഫർമേഷൻ ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച, നാളെ മറ്റന്നാൾ അങ്ങനെയൊക്കെ ആയിരിക്കും പുറത്ത് വിടാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻസൈഡർ ഇൻഫർമേഷൻ, കമ്പനിയുടെ ഉള്ളിലുള്ള ഇൻസൈഡർ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആ ഇൻസൈഡർ ഇൻഫർമേഷന്റെ റിഫ്ലക്ഷൻ ഷെയർ പ്രൈസിൽ വന്നിട്ടുണ്ടായില്ലേ. അപ്പൊ ഇൻസൈഡർ ഇൻഫർമേഷൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഇൻസൈഡർ ഇൻഫർമേഷൻ വെച്ചിട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇൻസൈഡർ ഇൻഫർമേഷൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൈസ് ഒക്കെ പ്രെഡിക്ട് ചെയ്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇൻസൈഡർ ഇൻഫർമേഷൻ ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റും, ഇത് ഗെയിൻ ഉണ്ടാക്കാനൊക്കെ പറ്റും. ബട്ട് ഇൻസൈഡർ ഇൻഫർമേഷൻസ് അങ്ങനെ എല്ലാവർക്കും അവൈലബിൾ ഒന്നും ആയിരിക്കില്ല. അങ്ങനെ ഇൻസൈഡർ ഇൻഫർമേഷൻസ് ഡീൽ ചെയ്യുന്നതൊക്കെ ഇല്ലീഗലാണ്, അൺഎത്തിക്കലാണ്. അപ്പൊ സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസി ഉള്ള ഒരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇൻസൈഡർ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻസൈഡർ, ഇപ്പൊ ഞാൻ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എന്റെ ഒരു ആള്, അപ്പൊ അവൻക്ക് എന്താണ് എന്റെ കമ്പനിയിലുള്ള കാര്യങ്ങൾ പുറത്തറിയുന്നതിന് മുന്നേ അറിയാം. അപ്പൊ ഇവന്റെ ഫ്രണ്ടിൽ ഇത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതിനാണ് ഇൻസൈഡർ ഇൻഫർമേഷൻ ഡീൽ ചെയ്യാന്ന് പറയുന്നത്. കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്തിട്ട് പുറത്തേക്ക് ഡീൽ ചെയ്യും. ഇതൊക്കെ അൺഎത്തിക്കലാണ്, ഇല്ലീഗലാണ്. അപ്പോൾ സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസി ഉള്ള ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, എന്ത് ബാൻ ചെയ്യുന്നല്ലോ, ഇൻസൈഡർ ഡീലിങ്സ് ഒക്കെ ബാൻ ചെയ്യും. അതൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങൾ, കോൺസിക്വൻസ് ഉണ്ടാകും. അപ്പൊ ഇൻസൈഡർ ഇൻഫർമേഷൻസ് ത്രൂ വെച്ചിട്ട് അതുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മാർക്കറ്റിൽ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഏറ്റവും ബെസ്റ്റ് എഫിഷ്യൻസി ആണ് സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് എഫിഷ്യൻസി ആണ് സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത്. സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും, നമ്മുടെ എഫിഷ്യൻസി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു മാർക്കറ്റിന്റെ പ്രൈസിങ് എഫിഷ്യൻസി ഏറ്റവും ബെസ്റ്റ് ആവുമ്പോഴാണ് സ്ട്രോങ് ഫോം എഫിഷ്യൻസി ആവുന്നത്. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും, അവിടുത്തെ ഷെയർ പ്രൈസ് എല്ലാ ഇൻഫർമേഷനും റിഫ്ലക്ട് ചെയ്യും. എല്ലാ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കമ്പനിയാണ്, എന്നെ കുറിച്ചുള്ള പഴയ ഇൻഫർമേഷൻ എന്തായാലും റിഫ്ലക്ട് ആണ്, ന്യൂലി അവൈലബിൾ ആയിട്ട് ഞാൻ പുറത്തേക്ക് വിട്ട ഇൻഫർമേഷനും റിഫ്ലക്ട് ആണ്, ഞാൻ പുറത്തേക്ക് വിടാത്ത ഇൻസൈഡർ ഇൻഫർമേഷൻ ഇല്ലേ, പബ്ലിക് ഇൻഫർമേഷനും ഉള്ളിലുള്ള ഇൻഫർമേഷൻ, പബ്ലിക്കിലേക്ക് കൊടുത്ത ഇൻഫർമേഷനും എന്റെ കമ്പനിയെ കുറിച്ച് പബ്ലിക്കിലേക്ക് കൊടുക്കാത്ത ഇൻസൈഡർ ഇൻഫർമേഷൻ ഇല്ലേ, അതുവരെ ഷെയർ പ്രൈസിൽ റിഫ്ലക്റ്റഡ് ആവുന്ന ഒരു എഫിഷ്യൻസി ലെവൽ ഉണ്ട്. അതിനെയാണ് സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത്. പബ്ലിഷ്ഡും അൺപബ്ലിഷ്ഡും ഇൻസൈഡർ ഇൻഫർമേഷൻ അടക്കം ഏതിലും
ഇനി പുറത്തേക്ക് വിടാനുള്ള ഇൻഫർമേഷൻസ് അടക്കം അതിന്റെ റിഫ്ലക്ഷൻ ഷെയർ പ്രൈസിൽ വന്നിട്ടുണ്ട്. അങ്ങനത്തെ പ്രൈസിങ് എഫിഷ്യൻസി ഉള്ള ഒരു എക്കണോമിനെയാണ് ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത് സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇവിടെ ഇൻസൈഡർ ഇൻഫർമേഷൻ കിട്ടിയാലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ലെവലിൽ ഷെയർ പ്രൈസ് പ്രെഡിക്റ്റേ ചെയ്യാൻ പറ്റില്ല. ഇൻസൈഡർ ട്രേഡിംഗ് അടക്കം ഇമ്പോസിബിൾ ആണ്. ഇൻസൈഡർ ഇൻഫർമേഷൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നത് അടക്കം എന്താണ് ഒരു രീതിയിലും നമുക്ക് ഗെയിൻ ഉണ്ടാക്കി തരാൻ പറ്റും. കാരണം മാർക്കറ്റിന് എല്ലാം അറിയാം. ഈ മാർക്കറ്റിന് സ്ട്രോങ് ഫോം എഫിഷ്യന്റ് മാർക്കറ്റിന് എല്ലാം അറിയാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് എഫിഷ്യൻസിനെയാണ് സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്ന് പറയുന്നത്. ബട്ട് ഈ സ്ട്രോങ് ഫോം എഫിഷ്യൻസി നമുക്ക് അങ്ങനെ അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു എക്കണോമിക് അങ്ങനെ ഒരു എക്കണോമി ഇല്ല, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ കമ്പനിയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉള്ളിലുള്ളത് അറിഞ്ഞ് പ്രൈസിങ് എഫിഷ്യൻസി ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ മേജർ ആയിട്ടുള്ള എല്ലാ മാർക്കറ്റ്സും എന്താണ് സെമി സ്ട്രോങ് ആണ്. സെമി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ സെമി സ്ട്രോങ്ങിലുള്ള പ്രശ്നം എന്താ? സെമി സ്ട്രോങ് ആകുമ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ ഔട്ട് പെർഫോം ചെയ്യും, അബ്നോർമൽ ഗെയിൻ ഉണ്ടാക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കും ഇൻസൈഡർ ട്രേഡിംഗ് തടയാൻ വേണ്ടിയിട്ട് സ്ട്രിക്ട് റൂൾസ് ഒക്കെ വെക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? സെമി സ്ട്രോങ് എഫിഷ്യന്റ് മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഏത് ഫോമാണ്? സെമി സ്ട്രോങ് ആണ്. വീക്ക് അല്ല, സെമി സ്ട്രോങ് ആണ്. സ്ട്രോങ്ങിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ 3 ലെവലാണ്. പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ് ഈ 3 ലെവൽ പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഇൻഫർമേഷൻ പുറത്തു വന്നു, പ്രൈസ് ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എഫിഷ്യൻസിയേ ഇല്ല എന്നാ പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസി നമ്മൾ അളക്കുന്നത്. 3 ഫോം ഓഫ് എഫിഷ്യൻസി ഉണ്ട്: വീക്ക് ഫോം, സെമി സ്ട്രോങ്, സ്ട്രോങ് ഫോം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഈ രീതിയിലാണ്. അതായത് ഇൻഫർമേഷൻ പുറത്തു വന്നാൽ പ്രൈസ് എങ്ങനെ റിഫ്ലക്ട് ആകും, കമ്പനിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പുറത്തു വന്നാൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൈസിലേക്ക് റിഫ്ലക്ട് ആകുന്നുണ്ടോ ഇല്ലേ, അതാണ് നമ്മൾ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് EMH എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിച്ചത്. ഓക്കെ, ഇനി ഈ മാർക്കറ്റിന്റെ എഫിഷ്യൻസി നമ്മുടെ കമ്പനിയുടെ ഉള്ളിലുള്ള ഫൈനാൻഷ്യൽ മാനേജേഴ്സ് ഒരുപാട് രീതിയിൽ യൂസ് ചെയ്യും. ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ്, നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഏത് ലെവൽ ഓഫ് എഫിഷ്യൻസി ഉള്ളതാണോ അതിനനുസരിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ മാർക്കറ്റ് ഫുള്ളി എഫിഷ്യന്റ് അല്ല, നോട്ട് ഫുള്ളി എഫിഷ്യന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ, നമ്മളൊരു കാര്യം പുറത്തു വിട്ട് കഴിഞ്ഞാൽ അത് ആ പ്രോപ്പർ ആയിട്ട് റിഫ്ലക്ട് ആവും. അപ്പൊ അവിടെ കുറെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു പുതിയ ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയ ഇൻഫർമേഷൻ പുറത്തു വിടുക, അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. നമ്മൾ കുറേ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഷെയർസ് നേരത്തെ 1 ലക്ഷം ഷെയർ ഉള്ളിടത്ത് ഞാനൊരു 50,000 ഷെയറും കൂടെ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ആകെ 1 ലക്ഷം ഷെയർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 1,50,000 ഉണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ബൈ സെല്ലും ചെയ്യാനുള്ള നമ്പർ ഓഫ് ഷെയർ കൂടുതൽ നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പുതിയ ഇൻഫർമേഷൻ ഒക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ മെല്ലെ വരുള്ളൂ. ഏത് എഫിഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ആ പുതിയ ഇൻഫർമേഷൻ അവിടെ പുറത്തു വിടും, എന്നിട്ട് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യും. ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും? പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യും. അപ്പൊ നമ്പർ ഓഫ് ഷെയർ കൂടും. ഇതിന്റെ റിഫ്ലക്ഷൻ വരുമ്പോൾ തന്നെ കമ്പനിക്ക് ഒരുപാട് ഗെയിൻ, അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നോർമലി നമ്മുടെ കമ്പനി പുതിയ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർ കൂടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നമ്പർ ഓഫ് ഷെയർ കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഷെയറിന്റെ പ്രൈസ് കുറയാന്നുള്ളൊരു എഫക്ട് ഉണ്ട്. ഈ ഷെയറിന്റെ പ്രൈസ് കുറയുന്നത് എന്താ, നമ്പർ ഓഫ് ഷെയർ കൂടുമ്പോൾ ഒരുപാട് എണ്ണം കൂടുമ്പോൾ, ഷെയറിന്റെ സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് കുറയാന്ന് പറയുന്ന എഫക്ട് ഇല്ല മാർക്കറ്റ് ഫോഴ്സിന്. അപ്പൊ അതുകൊണ്ട് ഷെയറിന്റെ പ്രൈസ് കുറയും. ബട്ട് എഫിഷ്യന്റ് അല്ലാത്തൊരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ അങ്ങനെ വരും. പുതിയ ഇൻഫർമേഷൻ പുറത്ത് വിട്ട് ആ സ്പോട്ടിൽ തന്നെ കുറച്ചധികം ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത് കുറച്ച് പതിയെ റിഫ്ലക്ട് ആകുമ്പോൾ തന്നെ ഒരുപാട് ഷെയർസ് വരുമ്പോൾ നമുക്ക് കമ്പനിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനൊക്കെ പറ്റും എന്നാണ് പറയുന്നത്. ഈ ഒരു പോയിന്റ്സ് ഒന്നും അങ്ങനെ കാണാതെ പഠിക്കേണ്ടതല്ല. ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസി വെച്ചിട്ട് ഫൈനാൻഷ്യൽ മാനേജേഴ്സ് കുറെ ഡിസിഷൻസ് എടുക്കും, കുറെ കാര്യങ്ങൾ അങ്ങനെ തീരുമാനിക്കുക, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതിനെ കുറിച്ച് ജസ്റ്റ് പറയുന്നത്. ഇനി ഒരു പ്രൊജക്ടിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വാക്കാണ് യൂസ് ചെയ്യുക. വാക്കിന്റെ ഉള്ളിൽ എന്തുണ്ട്? KE യൂസ് ചെയ്തിട്ടാണ് വാക്ക് കണ്ടുപിടിക്കുന്നത്. KE കൂടെ വെച്ചിട്ടാണ് വാക്ക് കണ്ടുപിടിക്കുന്നത്. ഈ KE എങ്ങനെ കണ്ടുപിടിക്കുന്നത്? KE നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? P0 വെച്ചിട്ടാണ് അല്ലെ? ഇപ്പൊ നമ്മൾ ഡിവിഡൻഡ് ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ D0 × 1 + D ഡിവൈഡഡ് ബൈ P0 ഇങ്ങനെയാണ്, പ്ലസ് D ഇങ്ങനെയാ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് ഇല്ലേ, നമ്മുടെ മാർക്കറ്റ് പ്രൈസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലോ, KE കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ വാക്കും കറക്റ്റ് അല്ലല്ലോ.
അപ്പൊ പുതിയൊരു പ്രൊജക്ടിനെ ഇത് നമ്മുടെ കമ്പനിയുടെ നമ്മുടെ മാർക്കറ്റ് ഫുള്ളി എഫിഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ഫെയർ അല്ല. ഷെയർ പ്രൈസ് ഫെയർ അല്ലെന്ന് പറയുമ്പോൾ എന്താ ഷെയർ പ്രൈസ് കറക്റ്റ് അല്ല. ഷെയർ പ്രൈസ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന റിക്വയർഡ് റിട്ടേൺ എന്താണ്? നമ്മുടെ കമ്പനിക്ക് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ്? അൺസർട്ടൈൻ ആണ്, അത് കറക്റ്റ് അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പ്രൊജക്ട് അപ്രൈസലിൽ വാക്ക് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ, പുതിയ പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ ഏത് ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് കുറച്ച് പ്രശ്നമാണ്. പിന്നെ അടുത്ത് പറയുന്നത് ക്രിയേറ്റീവ് അക്കൗണ്ടിങ്. ക്രിയേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ FS ഒക്കെ എന്ത് ചെയ്യുക? FS മിസ്റ്റേറ്റ് ചെയ്യുക. നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലേ, അതൊക്കെ മിസ്റ്റേറ്റ്മെന്റ് ചെയ്യുക. മിസ്റ്റേറ്റ്മെന്റ് ചെയ്യാം. അതായത് SOPL ആൻഡ് SOFP ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? മിസ്ലീഡ് ചെയ്യുക, മിസ്റ്റേറ്റ്മെന്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? പ്രോഫിറ്റ് കൂട്ടി കാണിക്കുക, ഇൻവെസ്റ്റേഴ്സിനെ ചാക്കിലാക്കാൻ വേണ്ടിയിട്ട്, ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റേഴ്സിനെ മിസ്ലീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവ് അക്കൗണ്ടിങ് ചെയ്യാന്ന് പറയും. നമ്മുടെ അക്കൗണ്ടിങ് എന്ത് ചെയ്യും? നല്ല പെർഫോമൻസ് ആക്കി കാണിച്ചു കൊടുത്തിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ കുറിച്ച് അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ഷെയർ പ്രൈസിന് എഫക്ട് ആവാം. ബട്ട് മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമില്ല. മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കിടക്കും. ഇവരെന്താ ഫുള്ള് കള്ളത്തരായിരിക്കും ചെയ്യുന്നത്. കമ്പനീന്റെ ഉള്ളിലുള്ള FS ഒക്കെ മിസ്റ്റേക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കായിരിക്കും. അപ്പൊ അതൊക്കെ നടക്കും ഇവിടെ ഇൻഎഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ. അപ്പൊ മാർക്കറ്റിന്റെ എഫിഷ്യൻസിനനുസരിച്ച് പല കാര്യങ്ങളും അവിടെ അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി മെർജേഴ്സ് ആൻഡ് ടേക്ക് ഓവേഴ്സ് ആണ്. ഒരു കമ്പനി വേറെ കമ്പനിയായിട്ട് മെർജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയ കമ്പനീനെ വേറെ കമ്പനി വന്നിട്ട് ടേക്ക് ഓവർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ഒക്കെ ഇപ്പൊ ഈ മെർജറും ടേക്ക് ഓവർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് ആണ്, നല്ല എഫിഷ്യന്റ് മാർക്കറ്റ് ആണ്. അപ്പൊ ആ സമയത്ത് എന്താണ് ഷെയർ പ്രൈസ് ഒക്കെ ഫുള്ളി ഫെയർ ആണ്, ഷെയർ പ്രൈസ് ഒക്കെ കറക്റ്റാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ആ കമ്പനിയുടെ ഫുൾ ഷെയർ പ്രൈസിൽ എടുക്കുവാണ്, ടേക്ക് ഓവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ കറണ്ട് ഷെയർ വാല്യൂലാണ് ടേക്ക് ഓവർ ചെയ്യുന്നതെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുന്ന ഒരാളില്ലേ, ഈ കമ്പനീനെ പർച്ചേസ് ചെയ്യുന്നത്, അയാൾക്ക് വേറൊരു ഗെയിൻ കിട്ടൂല. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയെ കുറിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് കിട്ടി, ആ സമയത്ത് തന്നെ ആ കമ്പനിയുടെ ഫുൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അവിടെ എഫിഷ്യന്റ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഷെയർ പ്രൈസിൽ ആ ഒരു ഇൻഫർമേഷൻ റിഫ്ലക്റ്റഡ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലാഭമൊന്നും കിട്ടും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ഇൻഎഫിഷ്യന്റ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയെ കുറിച്ച് നല്ല പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ്, അത് പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല, ഷെയർ പ്രൈസ് റിഫ്ലക്ട് ആയിട്ടില്ല. അപ്പൊ ഷെയർ പ്രൈസ് ഒക്കെ ഇപ്പൊ കുറഞ്ഞെടുക്കുക. ഈ സമയത്ത് ആ കമ്പനിയുടെ ഫുൾ ഷെയർസ് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂയിൽ അങ്ങോട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഇൻഫർമേഷൻ അങ്ങോട്ട് പ്രോസസ് ആയിട്ട് ഷെയർ പ്രൈസ് റിഫ്ലക്ട് ആയിട്ട് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. ബട്ട് എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. മെർജിങ് അല്ലെങ്കിൽ ടേക്ക് ഓവർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഷെയർ പ്രൈസ് ഫെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ ഒരു ഷെയറിന് ആ വാല്യൂല് വാങ്ങിക്കുന്ന സമയത്ത് പിന്നെ ഒരു ഗെയിൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ. ഇവിടെ നിന്ന് അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ടൊന്നും പഠിക്കണ്ട. നിങ്ങൾ ബേസിക്കലി ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ആ സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, പ്രൈസിങ് എഫിഷ്യൻസിയിലുള്ള വീക്ക് ഫോം, സെമി സ്ട്രോങ്, സ്ട്രോങ്ങിനെ കുറിച്ച് പറയുന്നതാണ്. ഇനി മാർക്കറ്റ് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഷെയർ പ്രൈസ് ഫെയർ ആണ്. നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. ഷെയർ മാർക്കറ്റിന്റെ പ്രൈസിങ് എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ഫെയർ ആണ്. അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിൽ ജസ്റ്റ് പറയാം, വായിച്ചു വെക്കാൻ മതി. പിന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇതിൽ പഠിക്കേണ്ടത്. ഒരു പാരഡോക്സ് എഫക്ട് ഉണ്ട്. മാർക്കറ്റ്സിലുള്ള ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്ന റിയാലിറ്റിയിൽ ഒരു മാർക്കറ്റും ഹൈലി എഫിഷ്യന്റ് അല്ല, സെമി സ്ട്രോങ് ഫോമിലൊന്നും പോകുന്നില്ല. ഓക്കെ, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഒന്നുമില്ല. ബട്ട് ആ മാർക്കറ്റിനെ എഫിഷ്യന്റ് ആക്കുന്ന ഒരു പാരഡോക്സ് എഫക്ട് ഉണ്ട്. പാരഡോക്സ് എഫക്റ്റിനെ കുറിച്ച് പറയാം. ഇത്രയേ ഉള്ളൂ. ഒരു മാർക്കറ്റ് എഫിഷ്യൻസി എപ്പോഴാണ്? ഒരു മാർക്കറ്റ് എഫിഷ്യന്റ് ആവുന്നത് ഒരുപാട് ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുമ്പോഴാണ്. ഷെയർസ് ഒരുപാട് ആൾക്കാർ ബൈ ചെയ്യുക, സെല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴാണ് ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നത്? ഒരുപാട് ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുമ്പോഴാണ് ആ മാർക്കറ്റ് ലിക്വിഡ് ആവുന്നത്, ഒരു ലിക്വിഡ് മാർക്കറ്റ് ക്രിയേറ്റ് ആവുന്നത്. ഒരു ലിക്വിഡ് മാർക്കറ്റ് ക്രിയേറ്റ് ആവുന്നത് എങ്ങനെയാണ്? അവിടെ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് ആൾക്കാർ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യാനുണ്ടെങ്കിലാണ് ആ മാർക്കറ്റിൽ ലിക്വിഡ് മാർക്കറ്റ് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു മാർക്കറ്റ് എഫിഷ്യന്റ് ആവുന്നത്. ഓക്കെ, എപ്പോഴാണ് ആൾക്കാർ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യാം? എപ്പോഴാണ് ഇൻവെസ്റ്റേഴ്സ് ബൈയിങ്ങും സെല്ലിങ്ങും എനിക്ക് ട്രേഡ് ചെയ്യുന്നത്? എപ്പോഴാണ്? സ്പെക്കുലേഷൻ ഉണ്ടാവുമ്പോഴാണ്. എപ്പോഴാണ്ടാവുക? സ്പെക്കുലേഷൻ ഉണ്ടാവും. ഇൻവെസ്റ്റേഴ്സ് ട്രേഡ് ചെയ്യുന്നത് എപ്പോ? സ്പെക്കുലേഷൻ ചെയ്യുമ്പോഴാണ്. സ്പെക്കുലേഷൻ ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് അവർ പ്രൈസ് കൂടും എന്ന് എക്സ്പെക്ട് ചെയ്യാണ്. ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ അവർ ബൈ ചെയ്യും, ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ അവർ സെല് ചെയ്യും. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്. അപ്പൊ പ്രൈസ് കൂടും എന്ന് കുറയുന്ന എക്സ്പെക്ടേഷൻ വരുമ്പോഴാണ് അങ്ങനെ വരിക. അപ്പൊ എപ്പോഴാണ് അവർ ബൈ ചെയ്യുക? സിഗ്നൽ ടു ബൈ എപ്പോഴാ? ബാർഗെയിൻസ് ഉണ്ടാവും. ബാർഗെയിൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഗെയിൻ ഉണ്ടാവുക? ഷെയർ പ്രൈസ് കൂടുന്ന എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് ഗെയിൻ ഉണ്ടാവുക. ബാർഗെയിൻസ് ബിലീവ് ചെയ്യുമ്പോൾ, എക്സ്പെക്ട് ചെയ്യുമ്പോൾ എന്താണ്? അവർ ബൈ ചെയ്യും. ഇനി ഷെയർസിന്റെ വാല്യൂ ഇപ്പൊ കൂടിക്കിടക്കുകയാണ്, ഓവർ വാല്യുവേഷൻ, ഷെയറിന്റെ പ്രൈസ് ഇപ്പൊ കൂടിക്കിടക്കുകയാണ്, ഇനി കുറയാൻ പോവാന്ന് പറയുന്ന എക്സ്പെക്ടേഷൻ ഉണ്ടാകുമ്പോൾ സെൽ ചെയ്യും. അപ്പൊ ആ സ്പെക്കുലേഷൻ കാരണമാണ് മാർക്കറ്റിൽ എന്തുണ്ടാവുന്നത്? ബയ്യേഴ്സും സെല്ലേഴ്സും ഉണ്ടാവുന്നത്.
ബയേഴ്സും സെല്ലേഴ്സും വന്ന് അങ്ങനെ ബയേഴ്സും സെല്ലേഴ്സും കൂടുമ്പോഴാണ് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടാകുന്നത്. ഇനി ഞാൻ പറയാണ്, മാർക്കറ്റ് എഫിഷ്യന്റ് ആണെങ്കിലോ, ഒരു മാർക്കറ്റ് ഭയങ്കര എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ഒക്കെ അക്യുറേറ്റ് ആണ്, ഷെയർ പ്രൈസ് ഒക്കെ ഫെയർ ആണ്. അപ്പൊ അവിടെ എന്തുണ്ടായിരിക്കില്ല, മിസ്പ്രൈസ്ഡ് ഷെയർസ് ഉണ്ടാവില്ല. മിസ്പ്രൈസ്ഡ് ഷെയർസ് എന്ന് പറയുമ്പോൾ എന്താ, ഷെയർ തെറ്റിപ്പോയെങ്കിൽ ഷെയർ പ്രൈസ് അക്യുറേറ്റ് ആവാത്ത ഷെയർസ് ഉണ്ടാവില്ല. അപ്പൊ ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ പറയും എല്ലാ ഷെയർസും കറക്റ്റാ, ഇനി കൂടാനോ കുറയാനോ ഇല്ല എന്നാണ് റിയാലിറ്റി. എനിക്ക് തിയററ്റിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഷെയർ പ്രൈസ് ഒക്കെ കറക്റ്റാ, ഇനി ഷെയർ പ്രൈസ് കൂടാനില്ല കുറയാനില്ല, എഫിഷ്യന്റ് മാർക്കറ്റ് ആണ്, എല്ലാം റിഫ്ലക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ഷെയർ പ്രൈസ് കൂടുന്ന എക്സ്പെക്ട് ചെയ്യില്ല, കുറയുന്ന എക്സ്പെക്ട് ചെയ്യില്ല, അങ്ങനെയാണ് ഉണ്ടാവുക. റിയാലിറ്റി അങ്ങനെയല്ല. എത്ര എഫിഷ്യന്റ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും സ്പെക്കുലേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എത്ര എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ സ്പെക്കുലേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. പ്രൈസ് കൂടുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, കുറയുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. എപ്പോഴാണ് എന്താണ് ഷെയറിന്റെ പ്രൈസ് കൂടുന്നു കുറയുന്ന എക്സ്പെക്ട് ചെയ്യുന്നു? എപ്പോഴാണ് ഈ ഇൻവെസ്റ്റേഴ്സ് ഷെയറിന്റെ പ്രൈസ് കൂടും എന്നും കുറയുന്ന എക്സ്പെക്ട് ചെയ്യാം? അയാള് വിശ്വസിക്കുകയാണ് മാർക്കറ്റ് എഫിഷ്യന്റ് ആണ്, ഷെയറിന്റെ പ്രൈസ് കൂടില്ല കുറയില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യില്ല, ബൈയും സെല്ലൊന്നും ചെയ്യൂല. അപ്പൊ എപ്പോഴാണ് ഇവർ ബൈയും സെല്ലും ചെയ്യുക? റിയാലിറ്റിയിൽ എന്താണ്, ഇൻവെസ്റ്റേഴ്സ് ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നുണ്ട്, സ്പെക്കുലേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യുന്ന അറിയോ? ഒരു എഫിഷ്യന്റ് മാർക്കറ്റിനെ ഇൻഎഫിഷ്യന്റ് ആണെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യാണ്. ഒരു എഫിഷ്യന്റ് മാർക്കറ്റിനെ അവരങ്ങോട്ട് ബിലീവ് ചെയ്യാണ്. ഇൻവെസ്റ്റേഴ്സ് മസ്റ്റ് ബിലീവ്, അവരങ്ങോട്ട് ബിലീവ് ചെയ്യാണ് മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണെന്ന്. എന്താണ് ബിലീവ് ചെയ്യുന്നത്? മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണ്, പ്രൈസ് കൂടും കുറയും അങ്ങോട്ട് ബിലീവ് ചെയ്യാണ്. റിയാലിറ്റിയിൽ എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ കൂടി, റിയാലിറ്റിയിൽ എഫിഷ്യന്റ് മാർക്കറ്റ് ആണ് എന്ന് പറയുമെങ്കിൽ കൂടി അവിടെ ബൈയിങ് സെല്ലിങ്ങും ചെയ്യുന്നുണ്ട്. ഏത് സ്പെക്കുലേഷൻ നടക്കുന്നുണ്ട്. സ്പെക്കുലേഷൻ നടക്കുന്ന ആൾക്കാർ എന്താ ബിലീവ് ചെയ്യുന്നത്? എഫിഷ്യന്റ് അല്ല, ഷെയർ പ്രൈസിന് കൂടും കുറയും, ഷെയർ പ്രൈസ് കറക്റ്റ് അല്ല എന്നാണ് അവർ ബിലീവ് ചെയ്യുന്നത് ഉള്ളിൽ. അപ്പോൾ ഇത് എല്ലാ മാർക്കറ്റിലുള്ള ഒരു പാരഡോക്സ് ആണ്. എന്താണ് പാരഡോക്സ്? ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ കൂടിയും ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഎഫിഷ്യന്റ് ആണെന്ന് ബിലീവ് ചെയ്യുന്നുണ്ട്. അവരെന്താണ്, മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണെന്ന് ബിലീവ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇങ്ങനെ എഫിഷ്യന്റ് ആവാന്ന് പറയും. അങ്ങനെയാണ് ബൈയിങ്ങും സെല്ലിങ്ങും കൂടുന്നത്. ബൈയിങ്ങും സെല്ലിങ്ങും കൂടിക്കഴിഞ്ഞാൽ ലിക്വിഡിറ്റി കൂടുന്ന ഞാൻ പറഞ്ഞില്ലേ. ബൈയിങ്ങും സെല്ലിങ്ങും കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ലിക്വിഡിറ്റി കൂടും. അങ്ങനെ ലിക്വിഡിറ്റി കൂടുമ്പോഴാണ് മാർക്കറ്റ് എഫിഷ്യന്റ് ആണെന്ന് പറയും. എന്നാലും മാർക്കറ്റ് എഫിഷ്യന്റ് ആവുമോ? ഇല്ല, മാർക്കറ്റ് എഫിഷ്യന്റ് ആവില്ല. എത്ര മാർക്കറ്റ് എഫിഷ്യന്റ് ആയി എങ്കിൽ ബൈയിങ്ങും സെല്ലിങ്ങും കൂടി കഴിഞ്ഞാൽ മാർക്കറ്റ് എഫിഷ്യന്റ് ആവുമെന്ന് പറയും. ബട്ട് എഫിഷ്യന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നുണ്ട്. ഈ ബൈയിങ് ആൻഡ് സെല്ലിങ് എപ്പോഴാണ് നടക്കുന്നത്? ഷെയർ കൂടുന്നു കുറയുന്നു എക്സ്പെക്ട് ചെയ്യുമ്പോൾ. ഷെയർ കൂടുന്നു കുറയുന്നു എക്സ്പെക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയുകയാണ്, നമ്മൾ ബിലീവ് ചെയ്യുന്നതാ, ഇൻവെസ്റ്റേഴ്സ് ബിലീവ് ചെയ്യുന്നതാ, ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ബിഹേവിയർ ആണ്, ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ഇറേഷണൽ ബിഹേവിയർ ആണ് എന്ത്, മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണെന്ന് നമ്മൾ ബിലീവ് ചെയ്യണം. ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ കൂടി ഇൻഎഫിഷ്യന്റ് ആണെന്ന് ബിലീവ് ചെയ്തിട്ട് ഷെയർസ് ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നുണ്ട്, ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആകുമ്പോൾ മാർക്കറ്റ് എഫിഷ്യന്റ് ആവുകയാണ്. ബട്ട് എഫിഷ്യന്റ് ആകുന്നില്ല. വീണ്ടും ആ പാരഡോക്സ് ആണ്. ഇതാണ് ഒരു എഫിഷ്യന്റ് മാർക്കറ്റിലുള്ള ഒരു പാരഡോക്സ് ആണ്. ഇതാണ് നമ്മൾ എവിടെ പഠിച്ചത്? ബിസിനസ് വാല്യുവേഷന്റെ ഞാൻ ബിഹേവിയറൽ ഫൈനാൻസ് എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുന്ന സമയത്ത്, ബിസിനസ് വാല്യുവേഷൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ ബിഹേവിയറൽ ഫൈനാൻസ് പറയുന്ന ടോപ്പിക്കിൽ ആദ്യം പറയുന്നത് മാർക്കറ്റ് പാരഡോക്സ്. ഈ മാർക്കറ്റ് പാരഡോക്സ് ഇതാണ്, ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ കൂടി അവിടെ ഇൻവെസ്റ്റേഴ്സ് എന്ത് ബിലീവ് ചെയ്യുന്നുണ്ട്? മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണെന്ന് ബിലീവ് ചെയ്തിട്ടാണ് ഈ സ്പെക്കുലേഷൻ ചെയ്യുന്നത്. ഇത് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ഇറേഷണൽ ബിഹേവിയർ ആണ്. ഇൻവെസ്റ്റേഴ്സിന്റെ ബിഹേവിയറൽ ഫൈനാൻസിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെക്ചർ ആയിരുന്നു ഇത്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രൈസിങ് എഫിഷ്യൻസി, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്ന പ്രീവിയസ് വീഡിയോ പ്ലസ് ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന വീഡിയോ. ഓക്കെ, പ്രോപ്പറായിട്ട് പഠിക്കുക നല്ല രീതിയിൽ. ഒന്ന് എവിടെയെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വേണമെങ്കിൽ ഒന്ന് റീവാച്ച് ചെയ്തിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. കാരണം ഡീപ്പായിട്ടൊന്നും നമുക്കവിടെ ആവശ്യമില്ല, തിയററ്റിക്കലി മാത്രം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാലായി റിയൽ എക്സാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, പഠിച്ച് സെറ്റാക്കി പോകണം. ഓക്കെ.